മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. AAPയുടെ അടിവേരുമാന്തിയാണല്ലോ രാഘവ് ചന്ദ് ഉൾപ്പെടെയുള്ള 7 MP-മാർ, രാജ്യസഭാ MP-മാർ BJP-യിൽ ഇപ്പോ അംഗത്വം എടുത്തിട്ടുള്ളത്. അല്ല, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ BJP വിരുദ്ധരായിട്ടുള്ള സകല ആളുകളും എങ്ങനെയാ സഹിക്കുക? ഇതിൽ ഏറ്റവും വലിയൊരു രസമുണ്ട്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. BJP എന്തോ ചെയ്തു എന്ന്. ആരാ ഇത് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ ഒരു BJP നേതാവ്. ഈ BJP നേതാവ് ഒരു ചെയർ കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസിലെത്തി, കോൺഗ്രസിൽ MLA സീറ്റ് കിട്ടി കൊടുത്ത് അത് വലിയ തന്ത്രം കോൺഗ്രസ് ചെയ്തത് എന്ന് പറയുന്ന പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പൊ പറയാ, ഏത് രാജ്യസഭാ MP-മാർ BJP-യിലെത്തിയത് വലിയ പ്രശ്നം, കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ നന്മ, ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരുത്തരെ കൊണ്ടുവന്നത് കോൺഗ്രസ് കേരളത്തിൽ പൊക്കി പിടിച്ചൊരു വലിയ സംഭവം, കോൺഗ്രസിന്റെ മികവും. അതേസമയം രാഘവ് ചദ്ദയെ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു യുവ നേതാവ്, അദ്ദേഹം ഉൾപ്പെടെ 7 രാജ്യസഭാ MP-മാർ BJP-യിലേക്ക് എത്തിയത് അത് BJP-യുടെ മികവല്ലേ? പിന്നെ യഥാർത്ഥത്തിൽ ഇത് അരവിന്ദ് കെജ്രിവാൾ എന്ന AAP-യിലെ ഏകാധിപതി തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു അടിയ. ഈ കെജ്രിവാളിന് ഒരു പ്രശ്നമുണ്ട് ഈ പാർട്ടിയിൽ. ആര് തന്നെക്കാൾ ഉയർന്നു നിന്നാൽ അത് അടിവേരങ്ങ് ഈ കെജ്രിവാൾ വിട്ടു. അതിന്റെ ഭാഗമായിട്ട് സഭയിലെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് രാഘവ് ചദ്ദയെ അങ്ങ് നീക്കം ചെയ്തതാ. അതിന് രാഘവ് ചദ്ദ മറുപടി കൊടുത്തതാ. ഈ AAP-യുടെ അടിവേരങ്ങ് മാന്തി കൊണ്ടുവന്നിട്ടുണ്ട് BJP-യിലേക്ക്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കും. വളരെ സുന്ദരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതൊന്ന് വായിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിങ്ങളിൽ പലരും എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഇത് വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തി ഞാനാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തി ഞാനാണ്. അതിനാൽ ഇന്ന് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നു. ഞാൻ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിന്മാറി പൊതുജനങ്ങളിലേക്ക് പോകുകയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. വേദിയിലിരുന്ന എൻ്റെ കൂട്ടാളികൾ ശാസ്ത്രജ്ഞരായിരുന്നു, ചിലർ അധ്യാപകരായിരുന്നു. ഇന്ന് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നു. അവരിൽ ചിലർ ലോകോത്തര ക്രിക്കറ്റ് കളിക്കാരായിരുന്നു, ചിലർ പത്മശ്രീ ജേതാക്കളായിരുന്നു, ചിലർ സാമൂഹിക പ്രവർത്തകരായിരുന്നു. ഇവരെല്ലാം ഉപേക്ഷിച്ച്, എല്ലാം ത്യജിച്ച് അഴിമതിരഹിത ഇന്ത്യ സൃഷ്ടിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ വന്ന് ഈ പാർട്ടി സ്ഥാപിച്ചു. ഞാൻ ഈ പാർട്ടിയുടെ സ്ഥാപക അംഗമായിരുന്നു. എന്നേക്കാൾ നന്നായി ആം ആദ്മി പാർട്ടിയെ മറ്റാർക്കും അറിയില്ല. പൂർണ്ണമായ പ്രതിബദ്ധതയോടും സമർപ്പണത്തോടും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിലും പഞ്ചാബിലും ഈ പാർട്ടി സ്ഥാപിച്ചു. രാജ്യത്തുടനീളമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് അഴിമതി അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് രൂപീകരിച്ച പാർട്ടി അഴിമതിക്കാരുടെയും വിട്ടുവീഴ്ചക്കാരുടെയും കൈകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഞാൻ വളരെ ദുഃഖത്തോടെയും വേദനയോടെയും ലജ്ജയോടെയും പറയുന്നു. അതുകൊണ്ടാണ് ഭാരതമാതാവിനെ സേവിക്കാൻ ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന ഓരോ ദേശസ്നേഹിയും പാർട്ടി വിട്ടത്. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു പോകുന്നത്. ലളിതമായി പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് ഞങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാനല്ല, ഞങ്ങൾ ഞങ്ങളുടെ കരിയർ ഉപേക്ഷിച്ച് രാജ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. വളരെ സുന്ദരമായിട്ട് തന്നെയാ മാധ്യമങ്ങളോട് ഇതൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാളും കൂട്ടരും കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണ്. ഇത് രാജ്യത്തെ പ്രതിപക്ഷം കൃത്യമായിട്ട് രാജ്യത്തെ ജനതയോട് വിളിച്ചു പറഞ്ഞതാ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറയുന്നത് ആരാണ്?
AAPയിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന AAPയിലെ വളരെ വലിയ രീതിയിൽ രാജ്യത്തെ ജനങ്ങളിൽ സ്വാധീനമുള്ള രാഘവ് ചദ്ദ കൃത്യമായിട്ട് പറയുന്നു, AAP കള്ളന്മാരുടെ, തട്ടിപ്പുകാരുടെ, വെട്ടിപ്പുകാരുടെ ഒരു കൂട്ടമാണ് എന്ന് വ്യക്തമായിട്ട് മറ്റൊരു കാര്യം എടുത്തു പറയാ. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യ മനോഭാവം കൂടി ഇതിലൂടെ സകലരും തിരിച്ചറിയണോ. രാഘവ് ചദ്ദ വ്യക്തമായിട്ട് നമുക്കറിയാം, എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് 10 രൂപക്കൊരു ചായ കിട്ടില്ലായിരുന്നു കുറച്ചു മുമ്പ് വരെ. 100ഉം 150ഉം ഒരുപാട് അധികം ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നു. ആ വിഷയം കൃത്യമായിട്ട് രാഘവ് ചദ്ദ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചു, അതിനുവേണ്ടി വാദിച്ചു. എന്നാൽ BJP സർക്കാർ ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് നടപ്പിൽ വരുത്തി. 10 രൂപക്ക് ചായ എന്നുള്ളത് ഇന്ന് എയർപോർട്ടുകളിൽ 10 രൂപക്ക് ചായ കിട്ടും. അതായത് രാഘവ് ചദ്ദ ഈ ഒരു വിഷയം ഉയർത്തിയ സമയത്ത് അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, ആ സമയത്ത് തന്നെ BJP സർക്കാർ രാജ്യത്ത് എയർപോർട്ടുകളിൽ 10 രൂപയുടെ ആ ഒരു ചായ കൊടുക്കുന്ന, സ്നാക്സ് കൊടുക്കുന്നതിലേക്ക് രാജ്യത്തെ എത്തിച്ചിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം ഇടപെട്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മളൊരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 GB ആയിരിക്കും ഒരു ദിവസം. ആ ദിവസത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ GB ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പിറ്റേത്തെ ദിവസം അത് ഉപയോഗിക്കാൻ സാധിക്കൂല. എന്നാൽ ഇത് റീചാർജ് ചെയ്യുന്നതാണല്ലോ, പണം കൊടുക്കുന്നതാണല്ലോ. ഒരു ദിവസം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീടുള്ള ദിവസങ്ങളിലോ മാസങ്ങളിലോ ഈ ക്യാഷ് അടിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കൽ അത്യാവശ്യമാണ്. അത് നിർബന്ധമാക്കണമെന്ന് പറഞ്ഞും ഇപ്പോ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു നേതാവ് കൂടിയ രാഘവ് ചദ്ദ. ഇതുപോലെ നിരവധി വിഷയങ്ങളിൽ സാധാരണക്കാർക്ക് വേണ്ടി രാഘവ് ചദ്ദ നിരന്തരം ഇടപെടാറുണ്ട്. AAPയിൽ തന്നെക്കാൾ ഉയരത്തിൽ രാഘവ് ചദ്ദ വളരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സകല സ്ഥാനങ്ങളിൽ നിന്നും എടുത്തു പുറത്തേക്കിട്ടു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ട കൂട്ടി അടിക്കുന്നത് പോലെ ഈ AAPയുടെ അടിവേരങ്ങ് മാന്തിയ ഇപ്പൊ രാഘവ് ചദ്ദ BJPയിലേക്ക് എത്തിയത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, എനിക്ക് BJPയിൽ എത്തിയത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഇനി മുന്നോട്ട് സേവിക്കാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ് ഞാനിപ്പോ ചേർന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് രാഘവ് ചദ്ദ ഉയർത്തിപ്പിടിക്കുന്നു. AAPയുടെ ലക്ഷ്യം എന്തായിരുന്നു? പഞ്ചാബ് നിലനിർത്തുക, ഗുജറാത്തിൽ പരമാവധി സീറ്റ് പിടിക്കുക. ഇതൊക്കെ തന്നെ അടിവേറിറക്കുന്ന രീതിയിൽ ഇപ്പോ AAPക്ക് പണി കിട്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോടാ ഒരൊറ്റ ഒരുത്തരോ ഇതും പൊക്കിപ്പിടിച്ചു BJP അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ നിങ്ങൾ രംഗത്തെത്തിയാല് കേരളത്തിലെ ബോധമുള്ള മലയാളികളുണ്ടല്ലോ പൂച്ചിച്ചങ്ങ് തള്ളു. കാരണം മറ്റൊന്നല്ല, ഒരു ദുഃഖടാ BJP നേതാവ് കോൺഗ്രസിലേക്ക് അംഗത്വമെടുത്ത സമയത്ത് അത് കോൺഗ്രസിന്റെ വലിയ നീക്കമാണ്, അത് കോൺഗ്രസിന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിലൂടെ എത്തിച്ചു. ഇനിയും BJP നേതാക്കന്മാർ വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാര് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വാർത്ത കൊടുത്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇത് BJP എന്ന പാർട്ടിയുടെയും മികവാ. BJPയിൽ നിന്നാലേ സാധാരണക്കാർക്കൊപ്പം നിലപാടെടുക്കാൻ സാധിക്കുന്നു എന്ന് പ്രതിപക്ഷ നിരയിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാഘവ് ചദ്ദ രാജ്യത്ത് പ്രഖ്യാപിച്ച് BJPയിൽ അംഗത്തെടുത്ത അത് BJPയെയും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അംഗീകരിക്കൂലല്ലോ. ഇതിപ്പോ വലിയ കുത്തിത്തിരിപ്പായിട്ട് മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങും. അതിനൊക്കെ വിവേകമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും.